ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർണൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ നാം പഠിക്കാൻ പോകുന്നത് അവർക്കയ്യോ കഷ്ടം എന്നുള്ളതാണ്. നാം ഇതിങ്ങനെയാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്: ഓ and to them, for they have gone in the way of Cain and ran greedily after the error of Balaam for reward and perished in the gainsaying of Kor. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ അവർക്കയ്യോ കഷ്ടം എന്നുള്ളതായ ഒരു പ്രസ്താവനയോടുകൂടിയാണ് ഈ യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. അവർ കൈയിൻ്റെ വഴികളിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു എന്നാണ് കാണാൻ കഴിയുന്നത്. 11-ാം വാക്യത്തിന് ഈ ലേഖനത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈ വേദപുസ്തകം പഠിക്കുന്ന ഒരു വേദപഠിതാവിന്, പ്രത്യേകിച്ച് ഈ യൂദായുടെ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട അനേക കാര്യങ്ങളും ഈ 25 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് അത് വളരെ ആഴമേറിയ ചില സത്യങ്ങളെ വിശ്വാസികൾ അത് കരസ്ഥമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 3 പേർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഈ ഞാൻ ഓർപ്പിച്ച പോലെ ഈ അധ്യായം പഠിച്ചാൽ ഏതാണ്ട് 15ഓളം അത് ത്രയത്വത്തെ നമുക്ക് കാണാണ്ട് കഴിയും. അതിന് നമ്മൾ ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ഏതാണ്ട് 6-ാമത്തെ ത്രയത്വമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ 3 പേരുടെ പേര് ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു ത്രയങ്ങളായിട്ട് വന്നിരിക്കുകയാണ് ഈ 3 പേരും. അവരെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കണമെങ്കിൽ വളരെ സമയങ്ങളെടുക്കും. എന്നാൽ ഈ രാവിലത്തെ ഡിവോഷന് അതിനായിട്ട് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഈ വാക്യത്തിലെ 3 സംഭവങ്ങൾക്കും കള്ളപ്രവാചകന്മാരുടെ സ്വഭാവത്തിനും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഒരു സ്വഭാവത്തിൻ്റെ 3 വശങ്ങളാണ് ഈ സംഭവങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഞാൻ ആ നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ചില ചിന്തകളും കൂടെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു വലിയ 3 ഡേഞ്ചേഴ്സിനെയാണ്, അല്ലെങ്കിൽ അപകടകാരികളായിരിക്കുന്ന 3 പേരെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുതരുന്നത്. ഇവിടെ പൗലൂസും അനേകർക്ക് കഷ്ടം പറയുന്നുണ്ട്. യൂദ ഈ 3 പേർക്ക് കഷ്ടം പറയുന്നുണ്ട്. യെശയ്യാവ് 5 പേർക്ക് കഷ്ടം പറയുന്നുണ്ട്. പൗലൂസ് 1 കൊരിന്ത്യർ 9:16 പൗലൂസ് പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നുള്ള ആ പദപ്രയോഗം നമുക്ക് കാണാണ്ട് കഴിയും. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്ന കഷ്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ഇസ്രായേലിൻ പരിശുദ്ധൻ്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. 20-ാമത്തെ വാക്യം 3-ാമത് പറയുന്നത്, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേര് പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. 4-ാമതായിട്ട് പറയുന്നത് 21-ാമത്തെ വാക്യത്തിലാണ്, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം.
അഞ്ചാമത്തെ കഷ്ടം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അങ്ങനെ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 5 പ്രാവശ്യം മറ്റുള്ളവർക്ക് കഷ്ടം 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 എന്ന് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ താന് ഇതുപോലൊരു ഹതഭാഗ്യനാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, എനിക്കയ്യോ കഷ്ടം എന്ന് പറയാനിടയായത്. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 5 പേർക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ സ്വന്തം കഷ്ടം കാണാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു ഒറ്റക്കണ്ണൻ നയം പോലെ നമുക്ക് തോന്നിപ്പോകാം. അത് പുരോഹിതൻ ഏലിയുടെ ഒരു ചിന്ത പോലെയാണ്. അതെന്താ ഒറ്റക്കണ്ണൻ നിയമം എന്ന് പറയുന്നത്? തൻ്റെ മക്കൾക്ക് എങ്ങനെയും ആകാം, തൻ്റെ മക്കൾ എന്തും ചെയ്യാം, മറ്റുള്ളവരുടെ മക്കൾ ചെയ്യുമ്പോഴാണ് അതിനെതിരെയായിട്ടുള്ളതായ കാര്യങ്ങൾ പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുരോഹിതൻ ഓർപ്പിച്ച് അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അത് ഒരു ഒറ്റക്കണ്ണൻ നിയമമാണ്. അങ്ങനെ പാടില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നു, നാം എല്ലാവരും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ഒറ്റക്കണ്ണൻ നിയമം പാടില്ല എന്നുള്ള കാര്യം വിശ്വാസികൾ വളരെ വ്യക്തമായിട്ട് അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ കാര്യം ഓർപ്പിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റക്കണ്ണൻ ചിലരുടെ തെറ്റിനെ മാത്രം കാണുന്നവർ, തങ്ങളുടെ പ്രിയമുള്ളവരുടെ തെറ്റുകളെ കാണാതെ വണ്ണം ഒരു കണ്ണ് അടച്ച് പിടിച്ചുകൊണ്ട് ഇവരെല്ലാം എന്ത് ചെയ്യാണ്, ചരിത്രത്തിൻ്റെ താളുകളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കഥാപാത്രങ്ങളായി അവശേഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തൻ്റെ മക്കളുടെ പാപങ്ങളും കാര്യങ്ങളും എല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ ന്യായീകരിക്കുന്നതായ ആളുകളെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ യെശയ്യാവ് പ്രവാചകൻ അങ്ങനെ തന്നെയാണ്. 5 പേർക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 5 പേർക്ക് കഷ്ടം പറഞ്ഞിട്ട് തൻ്റെ കഷ്ടം തനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്നാൽ എപ്പോഴാണ് തനിക്ക് തൻ്റെ കഷ്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ, അവിടെ എരിയുന്ന ഒരു യാഗപീഠം നമുക്ക് കാണാണ്ട് കഴിയും. ആ യാഗപീഠത്തിൽ എരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്നതായ ആ യാഗപീഠം, അതിൽ ഒരു തീക്കനൽ എന്ത് ചെയ്തു, സാറാഫ് ഒന്നെടുത്ത് എന്ത് ചെയ്തു, അവൻ്റെ നാവിന്മേൽ തൊട്ടു. അവൻ്റെ നാവിന്മേൽ തൊട്ടപ്പോൾ അവൻ്റെ നാവ് ശുദ്ധിയായി തീർന്നെന്നാണ് വായിക്കുന്നത്. സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായിക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുമെന്ന് പറഞ്ഞു. നോക്കുക, കാൽവറിയിൽ എരിഞ്ഞടങ്ങുന്നതായ അല്ലെങ്കിൽ കാൽവറിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ യാഗത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട്. യേശു കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മരണമാണ് ഒരു പാപിക്ക് അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അവൻ്റെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം, ഹാ കഷ്ടം പറഞ്ഞ് സ്വന്തം കഷ്ടം കാണാൻ കഴിയാത്തതുപോലെ കാൽവറിയിലേക്ക് നോക്കുന്ന ഒരു പാപിക്ക് അവൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ കർത്താവിന് നോക്കുമ്പോഴാണ് എനിക്കയ്യോ കഷ്ടം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്നും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നുവെന്നും എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് യെശയ്യാവ് പറഞ്ഞ പോലെ പറയാനായിട്ട് സാധിക്കൂ. നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ, അവർക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. അവർ കൈയിൻ്റെ വഴികളിൽ നടന്ന് എന്ന് നമ്മൾ വായിക്കുന്നു. അത്
ഒന്നാമത്തെ കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ പ്രചരണക്കാരുടെ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. ആത്മീയ ഗോളത്തിൽ നിന്നും വ്യാജ പ്രചരണക്കാർ ധാരാളമാണ്. അവർക്ക് തന്നെ പ്രത്യേക മീഡിയകളുണ്ട്. ആ മീഡിയയിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നതും എഴുതുന്നതുമൊക്കെ. അതവരുടെ ഒരു ഹോബിയും അതവരുടെ ഒരു ഇൻകവുമാണ്. കാരണം ഒരുത്തനെ ഒന്ന് ചീത്ത പറയണമെങ്കിൽ കുറേ കാശ് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അവൻ വേണ്ട രീതിയിലൊക്കെ എഴുതി പിടിപ്പിച്ച് എന്ത് ചെയ്യും, അത് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അത് എന്ത് ചെയ്തും അത് വെളിപ്പെടുത്തി പുറത്തു വിടും. അത് വായിക്കുന്നവർക്കൊരു സുഖമാണ്. ഇതരനെക്കുറിച്ച്, അവൻ്റെ നഗ്നതയെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ പാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും അവനെ ഒന്ന് ഇകഴ്ത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്, അവനെ ഒന്ന് ഇകഴ്ത്തുന്നതിന് വേണ്ടി കുറേ പണം ഒരാൾ കൊടുത്താൽ അത് സ്വീകരിക്കുന്ന ആൾ എന്ത് ചെയ്യാണ്, ആ നീതിമാനായിരിക്കുന്ന വ്യക്തിയെ അവൻ ഇകഴ്ത്തുകയാണ്. അത് നീതിമാനോട് കാണിക്കുന്ന ചതിയാണ്. നീതിമാൻ്റെ കയ്യിൽ നീ ഇടപെടരുതെന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പോലും പറഞ്ഞതാണ്. ഒരുപക്ഷെ നീ എഴുതുന്നവൻ്റെയൊക്കെ ഭാര്യമാർ പോലും പറഞ്ഞു കാണും, നിങ്ങൾ അങ്ങനെയുള്ള പരിപാടികളും ചെയ്യരുത്, ഇത് നമുക്ക് ദോഷമാണ്. ഒരിക്കൽ ശൗലിനോട് ഇങ്ങനെ പറഞ്ഞു, നീ മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നല്ലതല്ലെന്ന്. അത് പ്രീമറി പ്രിൻറ്റേഴ്സിൻ്റെ അകത്ത് എഴുതിയിരിക്കും തൊഴിക്കുന്നതെന്നാ. നീ മുള്ളിന് നേരെ തൊഴിക്കുന്നത് നല്ലതല്ലെന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ വളരെ ഭക്തിയോടും ഭയത്തോടും ഒക്കെ വേണം നാം പല കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് വ്യാജ പ്രചരണക്കാരുടെ ഒരു സ്വഭാവമാണ് കയ്യിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, അവരുടെ പ്രവർത്തന വിധമാണ് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കയ്യോ കഷ്ടമെന്നും ഒരു ശാപോച്ചാരണത്തോടു കൂടിയാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ ശപിക്കുകയാണ്. അവർ കയ്യോ കഷ്ടം, ഒരു ശാപോച്ചാരണം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലേ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ഇവിടെ വ്യാജ പ്രചരണം നടത്തുന്നവരും മറ്റുള്ളവരെ ഇകഴ്ത്തുന്നവരും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ളതായ ആളുകൾക്ക് വരുന്ന ദുരന്തം, എത്ര ദൂരവ്യാപകമായി വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണാനായിട്ട് പോവുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഒറ്റക്കണ്ണൻ നയം, ശമൂവേലിൻ്റെ ഒറ്റക്കണ്ണൻ നയം. പിന്നീട് ലോകത്തിലുള്ള സകല ആളുകളും അല്ലെങ്കിൽ അന്നുള്ള ഇസ്രായേലിലെ സകല ആളുകളും അവൻ്റെ മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചുമൊക്കെ കണ്ട് അല്ലെങ്കിൽ ദൃക്സാക്ഷികളായി നിന്നപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാതിരിക്കുന്നതിനും മൂക്കത്ത് കൈവയ്ക്കാതിരിക്കുന്നതിനും അങ്ങനെയുള്ള മോശമായ കാര്യങ്ങളിലോ ദുഷ്പ്രചരണത്തിലോ വ്യാജപ്രചരണം ചെയ്യാതെ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കയീൻ്റെ വഴിയുടെ പ്രത്യേകത, അവൻ സ്വന്തം സഹോദരനെ നിർദ്ദയം വധിച്ചവനാണെന്നുള്ളതാണ്. അപ്പോൾ ദുഷ്പ്രചരണക്കാരുടെ സ്വഭാവം ഇത് തന്നെയാണ്. ആത്മീയ സഹോദരവർഗത്തിന് എന്ത് ചെയ്യാണ്, തേജോവധം ചെയ്യുക, അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ സഹോദരവർഗത്തെ ദുഷിക്കുകയും അവർക്കെതിരായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കയീൻ്റെ ഈ സ്വഭാവം നമ്പർ 1 സ്വന്തം സഹോദരനെ നിർദ്ദയം വധിച്ചവനാണ്. ഹാബേലിനെ വധിച്ചവനാണ് കയീൻ. 2, കയീൻ്റെ സ്വഭാവത്തിൻ്റെ അടുത്തൊരു സവിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലായ്മയാണ്. സ്നേഹമുണ്ടെങ്കിൽ അവന് തൻ്റെ സഹോദരനെ കൊല്ലുകയില്ലായിരുന്നു അല്ലേ? അപ്പോൾ അവന് സ്നേഹമില്ലാത്തവനാണ്. മാത്രമല്ല, അല്പം സ്വാർത്ഥ താല്പര്യക്കാരനാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്വാർത്ഥ താല്പര്യം സ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം സഹോദരനെ അവൻ കൊലപ്പെടുത്തിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന ഒരു കൽപ്പന നമ്മളോട് ഓർപ്പിച്ചിരിക്കുകയാണ്. നാം തമ്മിൽ സഹോദരന്മാരല്ലോ എന്നാണല്ലോ തിരുവെഴുത്തിൽ വായിക്കുന്നത്. നാം തമ്മിൽ സഹോദരന്മാരല്ലോ. നിങ്ങൾ വഴിയിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശണ്ട കൂടരുതെന്നാണ് യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത്. നാം ഒരു ആത്മീയ യാത്രയിലാണ്. ക്രിസ്തീയ വിശ്വാസികൾ ഒരു ആത്മീയ യാത്രയിലാണ്. നാം സിയോനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ യാത്ര മധ്യയിൽ നാം യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞല്ലേ, നിങ്ങൾ ശണ്ട കൂടരുത് എന്ന് പറയുന്നു. യോസേഫിനറിയാം ഈ സഹോദരന്മാർ ശണ്ടയിടുന്നവരാണെന്നും യോസേഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇട്ടതാണെന്നും അവൻ്റെ വസ്ത്രമെല്ലാം ഊരിയവനാണെന്നും ഒക്കെ ഈ യോസേഫിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ
അവൻ്റെ സ്നേഹമില്ലായ്മ രണ്ടാമത്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, 3 അവൻ്റെ അസൂയയാണ്. അവനേക്കാൾ അധികം ദൈവം എന്ത് ചെയ്തു? ഹാബേലിൽ പ്രസാദിച്ചു എന്നുള്ളതാണ്. അവനും മേൽത്തരമായിട്ടുള്ളത് തന്നെയാണ് കൊടുത്തത്, മോശമായിട്ടുള്ളതൊന്നും അല്ല കൊടുത്തത്, പിന്നെയും മേൽത്തരമായ തന്നെയാണ് കൊടുത്തത്. പക്ഷേ അവൻ്റെ യാഗത്തിൽ, കയീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നുള്ളത് അതാണ് അവനെ കൊല്ലാനായിട്ട് ഇടയാക്കി തീർത്തത്. മറ്റൊരു കാര്യം, അത് ആത്മപ്രശംസയാണ് അവൻ്റെ സ്വഭാവം. ആ നിലയിൽ പ്രശംസക്കാരാണ്. ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ഇന്നത്തുള്ള ഓരോരോ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നവർ ആത്മപ്രശംസയാണ്. അതിലൂടെ എങ്ങനെ കർത്താവിനെ കാണാൻ കഴിയും? അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടത്തുന്നവർ ആ വലിയ സ്ക്രീനിൽ അവർ തിളങ്ങി നിൽക്കണം, കർത്താവ് തിളങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അത് ആത്മപ്രശംസക്കാരാണ്. അങ്ങനെ കയീൻ ഒരു ആത്മപ്രശംസക്കാരനായിരുന്നു. 4 സ്വഭാവങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. അവന് തൻ്റെ കയീൻ്റെ വഴിയുടെ സ്വഭാവം സ്വന്തം സഹോദരനെ നിർദ്ദയം വധിച്ചവനാണ്. ഈ രാവിലെ കയീൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് വളരെ ശ്രദ്ധിക്കാം. 2, കയീൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് സ്നേഹമില്ലായ്മയാണ്. കർത്താവ് പഠിപ്പിച്ചത് തമ്മിൽ സ്നേഹിപ്പീൻ എന്നാണ്. അതുകൊണ്ട് സ്നേഹമോ വാത്സല്യമോ ലവലേശം ഈ കയീൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനൊരു സ്വാർത്ഥ താല്പര്യക്കാരനാണ്. അതുകൊണ്ട് ആ സ്വഭാവം നമുക്ക് പാടില്ല എന്ന് ഓർപ്പിക്കുകയാണ്. 3, അവനൊരു അസൂയക്കാരനാണ്. അവനേക്കാൾ അധികം ദൈവം ഹാബേലിൽ പ്രസാദിച്ചു എന്നുള്ളതാണ് അത് അവന് ആ നിലയിൽ അവനെ കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നത്. 4, അവൻ ആത്മപ്രശംസയാണ്. നാം എന്തെങ്കിലും ചെയ്താൽ ദൈവനാമം മഹത്വപ്പെടാൻ മാത്രം ചെയ്യുക. നമ്മളുടെ പേരുകളോ നമ്മുടെ മറ്റേതെങ്കിലും കാര്യങ്ങളോ പ്രശംസനീയമായിട്ട് വരുവാൻ ഇടയാകാതെ വണ്ണം കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായി തീരണം. അങ്ങനെ അവർ യഥാർത്ഥമായി ആ നിലയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ അവർക്ക് കഷ്ടം എന്ന് യൂദ പറയുകയാണ്. ഹാ കഷ്ടം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കയീനെക്കുറിച്ചാണ്. ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് രാവിലെ കേട്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം, ഭയപ്പെടാം. കയീൻ്റെ സ്വഭാവം നമുക്കുണ്ടാകാതെ നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നീടുള്ളതായ ബെലയാമിനെക്കുറിച്ചും അതുപോലെ തന്നെ കോരഹിനെ കുറിച്ചൊക്കെ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ രാവിലത്തെ ചിന്ത നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനമായി തീരട്ടെ. നമ്മിൽ ആരിലെങ്കിലും ഈ പ്രവണത ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ ദൈവവും നമ്മളെ നോക്കി നിങ്ങൾക്ക് ഹാ കഷ്ടം, നിനക്ക് ഹാ കഷ്ടം എന്ന് പറയാനിടയാവും. അതുകൊണ്ട് നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. 5 പേർക്ക് കഷ്ടം പറഞ്ഞ യെശയ്യാവ് ക്രൂശിൽ എരിയുന്ന യാഗപീഠത്തിലേക്ക് നോക്കി. ഒരു സാറാഫ് ഒരു കുടലുകൊണ്ട് ഒരു തീക്കരലെടുത്ത് അവൻ്റെ നാവിനെ തൊടിപ്പിച്ചപ്പോഴാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനായിരുന്നു, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യനാണ് എന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ അവൻ്റെ ആ അശുദ്ധിയെല്ലാം മാറ്റി അവനെ വിശുദ്ധനാക്കി തീർത്തതുപോലെ നമ്മളിലുള്ള അശുദ്ധിയെ, നമ്മളുള്ളതായ കാര്യങ്ങളെ മാറ്റുവാൻ ക്രൂശിലേക്ക് നോക്കാം. കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുന്നവരിന് മാത്രമേ അവൻ്റെ പാപത്തിന് പരിഹാരം ലഭിക്കുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നീതിമാനായിട്ട് നടിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ നീതി നമ്മളിൽ പ്രദർശിപ്പിക്കപ്പെടുവാൻ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. ഈ രാവിലത്തെ ചിന്തയിൽ 3 പേർക്ക് ഹാ കഷ്ടം, അതിൽ ഒരാളെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ വചനധ്യാനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.